നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ ഗെയിം പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ, ദ ബിഗ്ഗസ്റ്റ് റൈവൽറി ഇൻ ഇംഗ്ലീഷ് ഫുട്ബോൾ. ഇതാണ് നമുക്കായി ഈ വീക്കെൻഡിൽ സൺഡേ അറ്റ് ഓൾഡ് ട്രാഫേർഡ്. സോ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് റിക്വസ്റ്റ്, ബ്രോ ആ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് തരാം. പിന്നെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. ഓക്കെ, സോ നമുക്ക് പ്രിവ്യൂയിലേക്ക് പോവാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ജസ്റ്റ് 3 പോയിന്റ്സിന്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. തേർഡ് പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഫോർത്ത് പൊസിഷൻ ലിവർപൂൾ. ലിവർപൂൾ കഴിഞ്ഞ ഗെയിം ക്രിസ്റ്റൽ പാലസുമായിട്ട് ജയിച്ചിട്ട് ആസ്റ്റൺ വില്ലനെ മറികടന്ന് 4ാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇവർ രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് 2 പോയിന്റ് മതി ചാമ്പ്യൻസ് ലീഗ് കിട്ടാനായിട്ട്. ലിവർപൂളിനാണെങ്കിൽ 5 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിക്കും എന്നുള്ള അവസ്ഥയിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ കഴിഞ്ഞ 19 ഗെയിംസിൻ്റെ അകത്ത് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് ആകെ 3 ഗെയിം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പിന്നെ 9 സമനില, 7 വിജയങ്ങൾ ലിവർപൂളിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാറ്റിൽ ലിവർപൂളിനാണ് മുൻതൂക്കം ഉള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും നമുക്കറിയാം ഏറ്റവും വലിയ ഫിയേഴ്സ് റൈവൽസ് ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തന്നെ. എത്രയോ വർഷങ്ങളായിട്ടുള്ള ഫിയേഴ്സ് റൈവൽസ് ആണ്. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഗ് ഡബിൾ. നമ്മൾ ആൻഫീൽഡിൽ പോയിട്ട് ഈ സീസണിൽ ജയിച്ചു. ഇപ്പോൾ ഓൾഡ് ട്രാഫേർഡിൽ ഗെയിമാണ്. അപ്പം ലീഗ് ഡബിൾ അടിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ലീഗ് ഡബിൾ അടിച്ചത്. 2015-2016 സീസണിലാണ് ലിവർപൂളിനെതിരെ ഒരു ലീഗ് ഡബിൾ സ്വന്തമാക്കിയത്. അതുകൊണ്ട് സീസൺ ഡബിൾ അടിക്കാനായിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. ലീഗ് ഡബിൾ അടിക്കുക മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിലേക്ക് കയറാനായിട്ടുള്ള ഏറ്റവും വലിയ സുവർണാവസരം, അതും ലിവർപൂളിനെ തോപ്പിച്ചിട്ട് കയറുമ്പോൾ അതിന് ഒരു ഡബിൾ ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഡബിൾ ഹാപ്പിനെസ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ലിവർപൂൾ ഈ ഒരു ഫിക്സറിന് എത്തുന്നതിന് തൊട്ട് മുമ്പത്തുള്ള 3 ഗെയിംസ് വിജയത്തോടു കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അതായത് ഫുൾഹാം, എവർട്ടൺ ആൻഡ് പാലസ്, ഈ 3 ടീമിനെ അടുപ്പിച്ച് കഴിഞ്ഞ 3 ഗെയിംസിൽ തോപ്പിച്ചിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടാൻ വേണ്ടിയിട്ട് എത്തുന്നത്. ഇതിനു മുമ്പ് അവർ കോൺസിക്യൂട്ടീവായിട്ട് ജയിച്ചതെന്ന് പറഞ്ഞാൽ സീസൺ തുടങ്ങുന്ന സമയത്താണ്. പിന്നീട് അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ടീമിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു. അതിനുശേഷം അവർക്ക് തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സീസൺ എൻഡ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഫോമിലേക്ക് എത്താനായിട്ട് പറ്റിയത് അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ എത്താൻ വേണ്ടിയിട്ടല്ല. അല്ലാതെ നമ്മളെ മറികടന്ന് പോകാൻ പറ്റും എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. ബിക്കോസ് അവരെയും കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ടീം തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ബിക്കോസ് വി ആർ മോർ ബാലൻസ് ടീം. ജയിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഞാനിപ്പോൾ കണക്കാക്കുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്യാരിക്ക് വന്നതിന് ശേഷം ഇത്രയും ഗെയിംസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ്. ഏകദേശം 29 പോയിന്റ്സ്. അത് നോക്കുമ്പോൾ ലീഗിൽ നമ്പർ 1 ആഫ്റ്റർ ക്യാരിക്സ് അറൈവൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ടീമിൻ്റെ എന്താ പറയുക ഒരു പ്രോഗ്രസ് തന്നെ ബെറ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലിവർപൂളിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശക്തിയും നമുക്ക് ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. പിന്നെ ലിവർപൂളിൻ്റെ ഫോം ഇപ്പോൾ കഴിഞ്ഞ ഗെയിംസിൽ ജയിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഭയങ്കര കൺവിൻസിങ് വിക്ടറീസ് ഒന്നും അല്ല. എവർട്ടനുമായിട്ടുള്ള ഗെയിമിലും പിന്നെന്താ പറയുക പാലസും ഒക്കെ ആയിട്ടുള്ള ഗെയിമിൽ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടാണ് പോയിട്ട് ഏറ്റവും അവസാനം വിജയം അവർ സ്വന്തമാക്കിയത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ലൈക്ക് എന്താ പറയുക ഈസി ഗെയിം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾഡ് ട്രാഫോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീണ്ടും ഒരു ഫോർട്രസ് പോലെ ആയിട്ട് ഇരിക്കുവാണ്. നമ്മൾ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വന്ന് തോൽപ്പിക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പാട് ആണ് എന്ന് തന്നെയാണ് സ്റ്റാറ്റ്സ് വ്യക്തമാക്കുന്നത്. ഹോം ഗെയിംസിൽ വിജയിച്ചതിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ലീഗിൽ 3rd പൊസിഷനാണ് വിത്ത് 36 പോയിന്റ്സ്. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ നമ്മൾ ഏകദേശം 14th പൊസിഷൻ ആയിരുന്നു. 24 പോയിന്റ്സ് ആണ് അന്ന് നേടിയത്. മറ്റൊരു സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 ഗെയിംസ് അറ്റ് ഓൾഡ് ട്രാഫോർഡ് നമ്മൾ 6 ഗെയിംസും
വിജയിച്ചിട്ട് നിൽക്കുകയാണ്. ഒരേ ഒരു ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ലീഡ്സ് യുണൈറ്റഡിനെതിരെ വന്നിട്ടുള്ള ആ ഒരു ഹിസ്റ്റോറിക് ലോസ്. അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ലോസ് ആണ് നമുക്ക് ഈ കഴിഞ്ഞ 7 ഗെയിംസിൻ്റെ അകത്തുള്ള ഒരേ ഒരു ഹോം ലോസ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് നമ്മൾ ഹോം ഫോം അത്യാവശ്യം ശക്തിപ്പെടുത്തിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഇറ്റ് വുഡ് നോട്ട് ബി ഈസി ഫോർ ലിവർപൂൾ ടു കം ടു യുണൈറ്റഡ് അറ്റ് ഓൾഡ് ട്രാഫോർഡ് ആൻഡ് എന്താ പറയുക, നമ്മളെ തോൽപ്പിക്കാനായിട്ടൊന്നും അത്ര ഈസി ആയിരിക്കത്തില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ ഗംഭീര ഫോമിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരേ ഒരു വ്യക്തി തന്നെയാണ്. ദാറ്റ് ഈസ് ആർ ക്യാപ്റ്റൻ മാഗ്നിഫിക്കോ, ദാറ്റ് ഈസ് ബ്രൂണോ ഫെർണാണ്ടസ്. 19 പ്രീമിയർ ലീഗ് അസിസ്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ദാറ്റ് ഈസ് ലൈക്ക് ആ റെക്കോർഡ് 20 അസിസ്റ്റ് എന്നുള്ള റെക്കോർഡ് കെവിൻ ഡി ബ്രൂയിൻ്റെയും പിന്നെ തിയറി ഓൺറിയുടെ റെക്കോർഡ് ആ ഒരു ദൂരത്തിൽ എത്താനായിട്ട് ഇനി ഒരു അസിസ്റ്റും കൂടെ മതി. അത് മറികടക്കാനായിട്ടാണെങ്കിൽ 2 അസിസ്റ്റ്. സോ ഈ ഗെയിമിൻ്റെ അകത്ത് ആ ഒരു അസിസ്റ്റ് വരുവാണെങ്കിൽ, അതും ലിവർപൂളിനെതിരെ ആ ഒരു അസിസ്റ്റ് കൊണ്ടുവന്നിട്ട് ആ റെക്കോർഡ് എത്താനോ റെക്കോർഡ് ഭേദിക്കാനോ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ഹ്യൂജ്. ബ്രൂണോ കഴിഞ്ഞ 8 ഹോം ഗെയിംസിൻ്റെ അകത്ത് ഒരു ഗോള് അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് നൽകിയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റെക്കോർഡ് ഉള്ള മറ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയിൻ റൂണിയുമാണ്. ലിവർപൂളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സലായുടെ ആബ്സെൻസ് തന്നെയാണ്. ഒരു മൈനർ മസിൽ ഇഞ്ചുറി കാരണം സല ഈ ഒരു ഗെയിം കളിക്കുന്നില്ല. മേ ബി ഈ സീസൺ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെത്തുമുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അപ്പം അത് ലിവർപൂളിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹിസ്റ്ററിയിൽ നമ്മുടെ ടീമിനെതിരെ ഏറ്റവും ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് മുഹമ്മദ് സല. സോ സല ഇല്ലാതെ ഇറങ്ങുമ്പോൾ അത് ഡെഫിനറ്റ്ലി ലിവർപൂളിന്റെ ആത്മവിശ്വാസം കുറച്ചൊന്ന് കുറയ്ക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. സലയുടെ ആബ്സെൻസിൽ അലക്സാണ്ടർ ഇസാക്ക് തൻ്റെ 100ാമത്തെ ഗെയിം പ്രീമിയർ ലീഗിൽ കളിക്കാനായിട്ട് പോവുകയാണ്. സോ ഹി വുഡ് ബി ലുക്കിംഗ് ടു സ്റ്റെപ്പ് അപ്പ്. ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇസാക്ക് നോക്കുന്നത്. സലയുടെ ആബ്സെൻസ് അറിയിക്കാതെ അതിന് പകരം വന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇസാക്കിനുള്ളത്. സോ ഹി വിൽ ട്രൈ ടു സ്കോർ ഗോൾസ്. അതും 100ാമത്തെ ഗെയിമിൽ ഓൾഡ് ട്രാഫോർഡിൽ സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇസാക്കിനുണ്ട്. സോ നമ്മുടെ ഡിഫൻസ് ഇസാക്കിനെ പൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രെഡിക്റ്റഡ് ലൈനപ്പ് ഫോർ ദിസ് ഗെയിം. ഓക്കെ, സോ ലെമൻസ് ഓൺ ഗോൾ, ലൂക്ക് ഷോ, ഹെവൻ, മെഗ്വയർ, ഡാലോ, പിന്നെ മെയ്നു, കാസമിറോ, ബ്രൂണോ, പിന്നെ കുനിയ തിരിച്ചെത്തുന്നു, എംബൂമോ ആൻഡ് സെസ്കോ. ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് അമാദിന് പുറത്തിരിക്കാനായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, മൈ പ്രെഡിക്റ്റഡ് 11. കാരണം അമാദിൻ്റെയും എംബൂമോടെ ആണെങ്കിലും ഫോം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിപ്പിൽ നിൽക്കുവാണ്. അമാദ് കഴിഞ്ഞ ഡിസംബറിലാണ് ലാസ്റ്റ് സ്കോർ ചെയ്തത്, എംബൂമോ ആണെങ്കിൽ ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് സ്കോർ ചെയ്തത്. അപ്പം ഇവരുടെ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആശങ്ക കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഐ തിങ്ക് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് അത് മാറ്റി സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ്. കഴിഞ്ഞ ആൻഫീൽഡിലെ ഗെയിമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് 3rd മിനിറ്റിലോ ആണെന്ന് തോന്നുന്നു ലൈക്ക് എംബൂമോ സ്കോർ ചെയ്തത്. സോ എംബൂമോ ഈ ഗെയിമിൻ്റെ അകത്തും റിവേഴ്സ് ഫിക്സ്ചറിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇരിക്കാം. പിന്നെ നമുക്ക് മാച്ച് പ്രഡിക്ഷനിലേക്ക് പോവാം. സോ ഐ ആം തിങ്കിങ് ഓൺലി ഓഫ് എ വിൻ. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് പറഞ്ഞാൽ ജയം നമുക്ക് ഉറപ്പാണ് എന്നുള്ളൊരു ചിന്തയാണ്. കാരണം അതിൻ്റെ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നല്ല രീതിയിൽ കളിക്കുന്നു, നമ്മുടെ ഹോം ഗ്രൗണ്ടാണ്, നമുക്ക് അതിനുള്ള സപ്പോർട്ട് ഉണ്ട്. പിന്നെ ലിവർപൂളിലെ കീ പ്ലെയർ അവർക്ക് കളിക്കുന്നില്ല എന്നുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐ ആം തിങ്കിങ് ഓഫ് എ വിൻ. ആൻഡ് സ്കോർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2-1 യുണൈറ്റഡ് വിൻ ആണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വിൻ അതിൻ്റെ പ്രഡിക്ഷൻ എന്താണ്? അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ഗെയിമിൻ്റെ മാച്ച് റിയാക്ഷനിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് കാണാം. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.